പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സമകാലിക മലയാള കവിതയെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ കവിത എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഷ കൊണ്ട് പ്രവർത്തിക്കുന്ന എഴുത്താൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷ്മമായി ഒരു വാക്കും അതിൻ്റെ ഒരു ആവശ്യമായ അളവിൽ ഉപയോഗിക്കുന്ന വളരെ ക്രിയാത്മകമായ, എന്നാൽ അധികമൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത, ഒരുപക്ഷെ പറഞ്ഞു പോയാൽ ആഖ്യാനത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്ന, വായനക്കാരൻ്റെ രസം കളയുന്ന ഒരു പദകേളി കൂടിയാണ് കവിത. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ഏറ്റവും മനോഹരമായ ഒരു ശില്പം പണിയുന്ന ഒരു കൊത്തുപണിക്കാരൻ എങ്ങനെയാണോ ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത്, അപ്രകാരം ഭാഷ കൊണ്ട് വളരെ സൂക്ഷ്മമായി പണി ചെയ്യുന്ന ഒരു കൊല്ലപ്പണിക്കാരനാണ് കവി. അപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാചീന കവിത മുതൽ ആധുനിക ഉത്തരാധുനിക കവിതകൾ വരെ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ ആഖ്യാനത്തിലാണെങ്കിലും അതിൻ്റെ പ്രമേയത്തിലാണെങ്കിലും അത് മുന്നോട്ട് വെക്കുന്ന പ്രമേയങ്ങളൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. അപ്പോൾ സമകാലിക കവിതകളെ കുറിച്ചാണ് നമ്മളിന്ന് കൂടുതൽ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയും, അതിൻ്റെ പ്രമേയം, അതിൻ്റെ രചനാനുഭവങ്ങളൊക്കെ ഇവിടെയുള്ള കവികൾ കൂടിയായ എഴുത്തുകാരാണ് നമുക്കിന്ന് സെഷനിൽ സംബന്ധിക്കുന്നത്. അപ്പോൾ കവിതയെ സംബന്ധിച്ചെന്നല്ല, എല്ലാ എഴുത്തിലും ഒരു വാക്കും ഒരിക്കലും ഒരു ശുദ്ധ പദമല്ല. ശുദ്ധം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ചരിത്രത്തിലേക്ക് നീളുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹിക ബോധ്യത്തിലേക്ക് നീളുന്ന ഒരു ബന്ധം അതിനുണ്ടാവും. എല്ലാം വാക്കും, മലയാളത്തിലാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് കവിതയിലേക്ക് വരുന്ന സമയത്ത്, അപ്പോൾ ഒരു ചരിത്രപരത, സാമൂഹികപരത, ഇതിലൊക്കെ എന്തുകൊണ്ടാണ് ഓരോ എഴുത്തും സംഭവിക്കുന്നത്. അപ്പോൾ കവിതയുടെ സ്ഥലം മാറുന്നതനുസരിച്ച്, അതിൻ്റെ വിഷയം മാറുന്നതനുസരിച്ച്, അതിൻ്റെ വായനക്കാരൻ്റെ അളവിനനുസരിച്ച് അതിൻ്റെ ആ ഒരു വ്യാപ്തി കൂടും. പിന്നെ നമ്മൾ പറയുമ്പോൾ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു വായനക്കാരൻ എങ്ങനെയാണ് കവിതയെ വായിക്കുന്നത് എന്നുണ്ട്. നമ്മൾ കവിത വായിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു വിമർശകന്റെ ബുദ്ധി കൂടി ഉണ്ട് അതിൽ. കാരണം കവി ഉദ്ദേശിക്കുന്നത് ഒന്നായിരിക്കും, പക്ഷെ അത് വായിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ആ ഒരു കവിത വായിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥതലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കൽപ്പറ്റ നാരായണ മാഷിൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിത 2 വരി ഇങ്ങനെയാണ്: ഇത്രമേൽ ഒന്നിച്ച, ഇത്രമേൽ ഭിന്നിച്ച ഒരു സമൂഹം വേറെ കാണില്ല. ഈ വരി നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഒരു കുട്ടികളോട് ചോദിക്കും, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അവർ പറയുന്നത് അവരുടെ അനുഭവം കൂടി ചേർത്തിട്ടാണ്. അവർ പറയുന്നത് ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറയും. ചില ആളുകൾ പറയും ഇത് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞതാണ്, ഇന്ത്യയുടെ വൈവിധ്യം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വരിയാന്ന് പറയും. പക്ഷെ എഴുത്തുകാരൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഇത് ഒരു യുദ്ധങ്ങളെ കുറിച്ച് എഴുതിയ ഒരു സാഹചര്യത്തിലാണ് ഈ കവിത ഉണ്ടായതെന്നാണ്. അപ്പോൾ സമകാലിക കവികളുടെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ പി രാമൻ മാഷ് മുതൽ റഫീഖ് അഹമ്മദ് മുതൽ ഏറ്റവും പുതുതായിട്ട് കടലിനെ കുറിച്ച് എഴുതുന്ന, ഗോത്രങ്ങളെ കുറിച്ച് എഴുതുന്ന ഒരു മാറ്റം ഇപ്പം പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് ഒരു മുഖ്യധാരയിൽ ഇല്ല എന്ന് കരുതിയ എല്ലാ വിഭാഗങ്ങളെയും കവിതയിലേക്ക്, സാഹിത്യ മണ്ഡലത്തിലേക്ക് ഒരു കൈപിടിച്ച് ഒപ്പം ചേർക്കുന്ന ഒരു സമകാലിക സാഹചര്യം നമുക്ക് കവിതയിൽ കാണാം. അപ്പൊ നമുക്ക് അനുസ്മൃതിയിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു സമകാലിക കവിതയിലെ എന്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പ്രമേയം എന്ന് ആ ഒരു ചർച്ചയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഷഫീഖ് പറഞ്ഞൊരു സംഭവമുണ്ട്. കവിതയ്ക്ക് നമ്മൾ ഒരർത്ഥ പരിമിതി കൊടുക്കാറില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഖസാക്കൊക്കെ എഴുതുമ്പോൾ അദ്ദേഹം പറയുന്ന വിജയം പറയുന്ന ഒരു പരിമിതിയാണ് സാഹിത്യത്തിൽ. അനുഭവത്തെ കൃത്യമായി
നിർവചിക്കാൻ പറ്റുന്ന മലയാള പദങ്ങൾ വളരെ കുറവാണ്, വാക്കുകൾ വളരെ കുറവാണ്. അപ്പോൾ എഴുത്തുകാരന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരനുഭവം അല്ലെങ്കിൽ ഒരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് ദുരന്തമാണ്. ഒരു അനുഭവത്തെ കൃത്യമായി ആ വാക്കുകൊണ്ട് അദ്ദേഹത്തിന് നിർവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് സാഹിത്യകാരൻ്റെയും ആദ്യത്തെ പ്രയത്നം എന്ന് പറയുന്നത് പുതിയ ഒരു ഭാഷ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ ഉൾക്കൊള്ളുന്ന, അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ താങ്ങി നിർത്തുന്ന, അതിനെ നിർവചിക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ ഒരു ഭാഷ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു സാഹിത്യകാരൻ ചെയ്യുന്നത്. പക്ഷെ സമകാലിക കവിതയിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഭാഷ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആലോചന നമുക്ക് ചെയ്യാവുന്നതാണ്. പുതിയ ഭാഷ സമകാലിക യുഗത്തിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഷഫീഖ് നേരത്തെ പറഞ്ഞു ഒരു പദത്തിന് ഒരർത്ഥമല്ല, ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷേ നമ്മൾ ഉത്തരാധുനിക കവിതയുടെ അടുത്ത് നോക്കിയാൽ ആ ഒരു വാദത്തെ ഗണ്ണിക്കുന്ന രീതിയിലായിരിക്കും മിക്ക കവിതകളുണ്ടാവും. അപ്പോൾ കേരട്ടോണിയാണ് നമ്മൾ സാധാരണ ഉത്തരാധുനിക കവിതൻ്റെയൊക്കെ ആദ്യ കവികളിൽ പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരാൾ. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കവിതയുടെ അവസാനത്തെ 2 വരികൾ ഇങ്ങനെയാണ്: തെങ്ങിൻ്റെ ഓല കാറ്റത്താടുന്നു, ഓല കാറ്റത്താടുന്നു, അത്ര തന്നെ. കവിത അവസാനിക്കുന്ന അങ്ങനെ, ഓല കാറ്റത്താടുന്നു, അത്ര തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ മറ്റൊരു രീതിയിൽ നിർവചിക്കേണ്ട, നിങ്ങളതിനെ മറ്റൊരു രീതിയിൽ വായിക്കേണ്ട എന്നുള്ളൊരു പിടിവാശിയാണ് ഉത്തരാധുനിക കവിതയിൽ ഉണ്ടായിരുന്നത്. ആ കവിതയിൽ നിന്ന് നമ്മൾ ഒരുപാടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഒരു വാക്കിന് ഒരർത്ഥമല്ല, പല അർത്ഥങ്ങളുണ്ട് എന്നുള്ള ആ പലമ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പല രീതിയിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഏറ്റവും പുതിയ കവിതകളായുള്ള ആദിൽ മഠത്തിലാണെങ്കിലും രാഹുൽ മണപ്പാട്ടാണെങ്കിലും കാർത്തിക് അങ്ങനെയുള്ള എല്ലാ കവികളാണെന്നുണ്ടെങ്കിലും വാക്കിന് കൊടുക്കുന്നത് ഒരർത്ഥമാണോ അതല്ലെങ്കിൽ പല അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വെള്ളത്താക്കം എന്ന് പറയുന്ന മെൽവിയയുടെ കവിത, അതല്ലെങ്കിൽ ഇജ്ജത്ത് എന്ന് പറയുന്ന കവിത, അങ്കണവാടി അമ്മായി എന്ന് പറയുന്ന ഷഫീഖിൻ്റെ കവിത, എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പത്തെ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പ് കിട്ടിയ അവാർഡ് കിട്ടിയ കവിതകളിലും ഏകദേശം ഈ ഒരേ ഒരു രീതിയിൽ തന്നെയാണ് കവിതകളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ കവിതകളിലൊക്കെ, അല്ലെങ്കിൽ മലയാളത്തിന് അവാർഡിന് വിധേയമാവണ മിക്ക കവിതകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മിക്കതും ഒന്നല്ലെങ്കിൽ ഒരു കഥ ആഖ്യാന രീതിയിലായിരിക്കും കവിത പോകുന്നുണ്ടാവുക. അത് കവിതയുടെ സ്വത്വത്തെ ബാധിക്കുന്നുണ്ട് എന്നല്ല പറയുന്നത്, എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ വിഷയം. മറ്റൊന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വ്യക്തിയെ അതല്ലെങ്കിൽ ഒരൊറ്റ ജീവിത സന്ദർഭത്തെ മാത്രം പോർട്രേറ്റ് ചെയ്യുന്ന കവിതകളിലേക്ക് ചുരുങ്ങി മലയാളത്തിൻ്റെ സമകാലികത എന്നുള്ളതാണ്. ഇപ്പോൾ ഷഫീഖിൻ്റെത് അടക്കം ഞാൻ പറയാം. ഇപ്പോൾ അങ്കണവാടി അമ്മായി, നമ്മൾ ആ കവിത വായിക്കുമ്പോൾ ആ കവിതയ്ക്ക് വലിയൊരു വ്യാപ്തി നമുക്ക് സങ്കല്പിക്കാം. പക്ഷേ ആ കവിത എപ്പോഴും അങ്കണവാടി അമ്മായിയെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഇപ്പം ഞാൻ എഴുതിയ കവിതയാണെന്നിട്ട് തന്നെ ഞാൻ എൻ്റെ പിതാവിനെ കുറിച്ചിട്ട് എഴുതിയൊരു സംഭവമാണ്. അപ്പോൾ അത് എൻ്റെ പിതാവിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുക, അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുക. അതിനപ്പുറത്തേക്ക് അതിനൊരു സഞ്ചാരമില്ല, യാത്രയില്ല. ഇനി രേഷ്മാസിയുടെ കവിതയാണെന്നുണ്ടെങ്കിൽ മൂത്തമ്മ, ചെമ്പരത്തി മൂത്തമ്മ, ഏറ്റവും പുതിയ കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ കവിതകളാണ്. ഏറ്റവും മികച്ച കവിതകളെന്നല്ല, ഏറ്റവും ശ്രദ്ധേയമായ കവിതകളാണ്. പക്ഷേ മികച്ചവും ശ്രദ്ധേയവും രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ മികച്ചത് എന്ന് നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം പറയാൻ പറ്റുള്ളൂ, ശ്രദ്ധയെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ചെമ്പരത്തി മൂത്തമ്മ, അതല്ലെങ്കിൽ ഇപ്പോൾ റഫീഖ് അഹമ്മദിൻ്റെ ഉണ്ട് സൈക്കിളിൽ പോകുന്ന ഒരു വൃദ്ധനെ കുറിച്ചുള്ള കവിത ഉണ്ട്. ഇത്തരം കവിതകളൊക്കെ സമകാലിക കവിതകൾ എന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരുപാട് കവിതകൾ മിക്കതും വ്യക്തികളിലേക്ക് ഒരു ഇൻഡിവിജ്വൽ പോർട്രേറ്റ് കവിതകളായിട്ട് മാത്രം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ അതിൻ്റെ പരിസരം ചുരുങ്ങി പോവുകയാണ്, അങ്ങനെ അത്തരം പോർട്രേറ്റുകളിൽ നടക്കുന്നത് അതിൻ്റെ കവിതയുടെ പരിസരം ചുരുങ്ങി പോകുന്ന ഒരു സ്വഭാവമുണ്ട്. മറ്റൊന്ന്, ഏത് വ്യക്തിയിലേക്ക് ചുരുങ്ങുമ്പോഴും അതിൻ്റെ ഭാഷയ്ക്ക് വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതതിൻ്റെ വ്യാപ്തിയായിട്ട് എടുക്കാം, അതിൻ്റെ ആ കവിതയുടെ വികാസമായിട്ടൊക്കെ എടുക്കാം. ഇപ്പോൾ ഷഫീഖ് അങ്കണവാടി അമ്മായിയാണ് എഴുതുന്നുണ്ടെങ്കിൽ ആ അങ്കണവാടി അമ്മായിക്ക് മാത്രമായിട്ടുള്ള ഒരു ഭാഷ ആ കവിതയിലുണ്ടാവും. ചെമ്പരത്തി മൂത്തമ്മ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി മൂത്തമ്മക്ക് മാത്രമായിട്ടുള്ള ഒരു ഭാഷ അവിടെ ഉണ്ടാവും. അപ്പോൾ ഭാഷയിലുള്ള ഒരു പുതിയ ട്രെൻഡ് അതിലൂടെ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രാദേശിക ഭാഷ അല്ലെ, റീജിയണൽ ഡയലക്റ്റ് അതിലൂടെ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടുകൂടെ
എല്ലാവിധ പ്രാദേശിക ഭാഷ നിലനിൽക്കുമ്പോഴും ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രാദേശികമല്ലാത്ത പുതിയ ഒരു ഭാഷാ സ്വത്വം മലയാള സമകാലികതയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുകിൽ അപ്പോൾ ഖസാക്കിന് ശേഷം ഖസാക്കിൻ്റെ അത്രത്തോളം മികച്ച ഒരു നോവൽ ഭാഷ നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട്. കവിതയിലും എനിക്ക് തോന്നുന്നത് ഖസാക്കിൻ്റെ ഒരു കവിതയായിട്ട് കൂടെ നമുക്ക് വായിക്കാം. ഖസാക്കിനെ ഇപ്പോൾ പാറക്കെട്ടുകളുടെ ഗർഭത്തിൽ ഷെയ്ഖിൻ്റെ അസ്ഥികൾ വിശ്രമിച്ചു, അത് നമുക്ക് പോയട്രി ആയിട്ടും വായിക്കാം, നോവലിൻ്റെ കഥാസന്ദർഭമായിട്ടും വായിക്കാം. പക്ഷേ അതിനെ പോയട്രി ആയിട്ട് വായിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള, അതിനെ കടത്തി വെക്കുന്ന അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന ഒരു പുതിയ സാഹിത്യ ഭാഷ മലയാളത്തിൽ പിന്നീട് നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുക. ഭാഷയുടെ പുതുമ പലതായിട്ടുണ്ടായിട്ടുണ്ട്, വ്യത്യസ്തമായ ഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ നിർമ്മിതിയായിട്ടുള്ള ഒരു ഭാഷ നിലവിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പ്രമേയപരമായ ഒരുപാട് ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. ഇതോടുകൂടെ തന്നെ ഭാഷയുടെ ക്രാഫ്റ്റുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മോസിൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റഹീമല്ല, വിഷ്ണു പ്രസാദിന് MR വിഷ്ണു പ്രസാദിൻ്റെ അടക്കം ഒരുപാട് കവിത മറ്റൊരു രീതിയിൽ നമുക്ക് ആവിഷ്കരിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കവിതാ രീതികളൊക്കെ മലയാളത്തിൻ്റെ സമകാലികതയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ടോപ്പിക് തന്നെ പറയുന്നത് കവിതയുടെ വായന മാറുമ്പോൾ എന്നുള്ളതാണ്. കവിതയിലേക്ക് വായന മാറുമ്പോൾ കവിതയെ അതെങ്ങനെ ബാധിക്കുന്നതാണ്. മലയാളിയുടെ വായനയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം സമകാലിക മലയാള കവിതയിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതിനെ മലയാള കവിതയിലേക്ക് എങ്ങനെ കൊണ്ടുവന്നുള്ളത് കുറച്ചും കൂടെ നല്ല രീതിയിൽ MR വിഷ്ണുപ്രസാദിൻ്റെ ഒക്കെ കവിതകളിലൂടെ മിക്കവാറും ഷംനാദ് പറയുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ സമകാല മലയാള കവിതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനസ് പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം പറയാം, 90കളുടെ തുടക്കത്തിലാണ് പുതുമലയാളം എന്നുള്ള ഒരു പ്രത്യേക ധാര മലയാള സാഹിത്യത്തിൽ ഉടലെടുക്കുന്നത്. അതിനു മുമ്പ് ആധുനികത സൃഷ്ടിച്ച അതിൻ്റെ പ്രമേയ പരിസരത്ത് മാത്രം ഒതുങ്ങിക്കൂടിയ കവിതയെ അതിൻ്റെ ചിട്ടാവട്ടങ്ങളിൽ നിന്ന് ഒരു പുതിയ പാരമ്പര്യമായ എല്ലാ കെട്ടുകളും പൊട്ടിച്ച് ഒരു പുതുമയുള്ള പ്രമേയങ്ങളും ഭാഷയും സ്വീകരിച്ച ഒരു ധാരയായിരുന്നു പുതു മലയാള കവിത എന്ന് പറഞ്ഞ് 90കളിൽ ഉയർന്നു വന്ന. അതിൽ ഈ TP രാമചന്ദ്രനും KR ടോണി തുടങ്ങിയിട്ടുള്ള അൻവർ അലിയെ പോലെയുള്ള ആളുകളായിരുന്നു ആ ഒരു ധാരയുടെ തുടക്കക്കാർ. എന്നാൽ അതിനുശേഷം ഒരു 3-4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ധാരയിൽ നിന്നൊരു വിച്ഛേദമായിക്കൊണ്ട് വേണമെങ്കിൽ സമകാല മലയാള കവിത എന്നോ അല്ലെങ്കിൽ പരിസര കവിത എന്നോ അല്ലെങ്കിൽ കവിത എന്ന് മാത്രമോ വിളിക്കാവുന്ന ഒരു പുതിയൊരു ധാരയാണ് ഇപ്പോഴുള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രമേയപരമായിട്ട് ധാരാളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഗോത്രാനുഭവങ്ങൾ, കാടനുഭവങ്ങൾ, വീട്ടനുഭവങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രമേയമായിട്ട് മലയാള കവിതയിലേക്ക് വരുന്നു. ആധുനികതയെ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ എന്ന കേന്ദ്രീകൃതമായിക്കൊണ്ടുള്ള പ്രമേയത്തിൽ നിന്ന് ഒരു വികേന്ദ്രീകരണമായിരുന്നു ഈ പുതുമലയാള കവിത മുതൽ ഇങ്ങോട്ടുള്ള കവിതകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രമേയപരമായും ഭാഷാപരമായും ഒക്കെ ധാരാളം ഒരു കുറെ കൂടി ജനാധിപത്യവൽക്കരണം മലയാള കവിതയിൽ നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് നേരത്തെ പറഞ്ഞു നിർത്തിയ മലയാള കവിതയുടെ ഭാഷയുടെ പരിമിതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഷ പരിമിതമാവുന്ന ഇടത്ത് നിന്നാണ് നമ്മുടെ ശരീരത്തെ കവിതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ധാര നമ്മുടെ മലയാള സാഹിത്യത്തിൽ മലയാള കവിതയിൽ ഈ അടുത്ത കാലത്ത് ഉയർന്നു വരുന്നതായി നമുക്ക് കാണാം. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ MR വിഷ്ണുപ്രസാദ്, അതുപോലെ തന്നെ സുധീഷ് കോട്ടയംപുറം തുടങ്ങിയിട്ടുള്ള കവികളൊക്കെ അവതരണ കവിത, പെർഫോമൻസ് പോയട്രി എന്നുള്ളൊരു പുതിയ ധാരക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മലയാള കവിതയിൽ വാക്കുകളെയാണ് നമ്മൾ രൂപകങ്ങളായി കൊണ്ടുവരുന്നത്. ഇപ്പം മനുഷ്യനെ സംബന്ധിച്ച കവിതയാണെങ്കിൽ മനുഷ്യേതരമായ കാര്യങ്ങളെയാണ് നമ്മൾ വാക്കുകളായിട്ട് സ്വീകരിക്കുക. എന്നാൽ ആ വാക്കുകളുടെ അർത്ഥത്തിനപ്പുറമുള്ള ഒരു അനുഭൂതിയാണ്
കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പൊ ഈ വാക്ക് അവസാനിക്കുന്നിടത്ത് നിന്നാണ് കവിത തുടങ്ങുന്നത് എന്ന് പറയുന്നതിന് പോലെ തന്നെ ഈ വാക്കുകൾക്ക് പകരം നമ്മുടെ ശരീരത്തെ കവിതയിലേക്ക് ഒരു രൂപകമായി കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ കവിത അവതരിപ്പിക്കുന്ന ഇടത്തിലെ ലൈറ്റുകളെ അല്ലെങ്കിൽ സൗണ്ടുകളെ, നമ്മുടെ ശബ്ദത്തിലുള്ള വ്യതിയാനങ്ങളെയൊക്കെ ഒരു കവിതയായി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ പെർഫോമൻസ് പോയട്രി എന്ന് പറയുന്ന അവതരണ കവിതയ്ക്കുള്ളത്. അത് നമ്മുടെ ദാദായിസത്തിൻ്റെ ഒക്കെ നേതാവായിട്ടുള്ള ഹ്യൂഗോ ബോളാണ് അത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കവിത എന്നാൽ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം വാക്കുകളുടെ ആവശ്യമില്ലാതെ ഈ വാക്യേതരമായ ശരീരസമേതങ്ങളായ രൂപങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കവിത എങ്ങനെ സഹൃദയർക്ക് അനുഭവിപ്പിക്കാമെന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു ഇത്തരം അവതരണ കവിതയിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പം M.R. വിഷ്ണുപ്രസാദിൻ്റെ ഒരു കവിത എന്താണ് കവിത എന്നാണ് കവിതയുടെ പേര്. അദ്ദേഹം ചില മലയാളത്തിലെ അക്ഷരങ്ങൾ ശബ്ദവ്യതിയാനങ്ങളോട് കൂടി ഉച്ചരിക്കുന്നു. ശേഷം അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഓരോ മനുഷ്യരുടെ അടുത്തേക്കും പോയിട്ട് എന്താണ് കവിത എന്ന് ചോദിക്കുന്നു. അവരവരുടേതായ മറുപടി പറയുന്നു. അവസാനം അദ്ദേഹം തിരിച്ചു വരുന്നു. എന്നിട്ട് അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നു. ഇതാണ് ഒരു അവതരണ കവിത ഉദാഹരണമാണ്. അപ്പൊ ഇതെന്ത് കവിതയാണെന്ന് ചോദിച്ചാൽ എന്താണ് കവിത എന്ന് ഓരോ സാധാരണക്കാരൻ്റെ അടുക്കിലേക്കും പോയി അവർ മറുപടി പറയുന്നു. എന്താണ് കവിത, അവരുടെ രീതിയിലുള്ള കവിത എന്താണ് അവർ മറുപടി പറയുന്നു. ഇതെല്ലാം അതായത് വായനക്കാരൻ എന്നോ കവി എന്നോ വ്യത്യാസമില്ലാതെ രണ്ടാളും ഈ കാവ്യ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന രീതിയിലേക്ക് ഒരു അവതരണ കവിത മാറിയിട്ടുണ്ട്. അവിടെയുള്ള നമ്മൾ സാധാരണ കവിതയിൽ വാക്കുകളാണ് രൂപങ്ങളെങ്കിൽ ഇവിടെ വാക്കുകൾക്ക് പകരം ശരീരങ്ങൾ ഉപമയായി വരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ലൈറ്റുകൾ, ശബ്ദ വ്യതിയാനങ്ങൾ, അവിടെയുള്ള വായനക്കാര്, കവി, ഇവയെല്ലാം കവിത എന്ന പ്രക്രിയയിലെ രൂപങ്ങളും ബിംബങ്ങളുമായി വരുന്ന ഒരു പുതിയൊരു കാവ്യധാര ഈ ഒരു സമകാല മലയാള കവിതയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് ബാക്കി ഷഫീഖ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കവിതയെ സംബന്ധിച്ച് നോവലിനോ കഥക്കൊന്നും കൈവരിക്കാൻ പറ്റാത്ത ഒരു നിശ്ചലത, അല്ലെ, അനങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ലോക്കായി പോയ അവസ്ഥയാണ് കവിതയ്ക്കുള്ളത്. കാരണം നോവലിൻ്റെ ആ ഒരു പുതിയ നോവൽ വരുന്നു, അതിൻ്റെ ആഖ്യാനങ്ങൾ മാറുന്നു. ഇതൊക്കെ എല്ലാ വായനക്കാരും എല്ലാ എഴുത്തുകാരും പെട്ടെന്ന് സ്വീകരിക്കും. കഥൻ്റെ മാറ്റമൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കവിതയെ സംബന്ധിച്ച് ഈ ഒരു മാറ്റം കൊണ്ടുവരുന്ന ആളുകളൊക്കെ ആ ഒരു ഫ്രെയിമിൽ നിന്ന് പുറത്ത് ചാടുന്ന ഒരവസ്ഥ ഉണ്ട്. അതായത് കവി അല്ലെങ്കിൽ കവിത എന്നൊക്കെ പറഞ്ഞ് ഒരു പവർ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് തെറിച്ചു പോവാനുള്ള അല്ലെങ്കിൽ സ്വീകാര്യത നഷ്ടപ്പെടാനുള്ള ഒരു എഴുത്തുകാരൻ്റെ പേടി കൂടി ഈ ഒരു മാറ്റമില്ലായ്മയുടെ കാരണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ കവിത എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മുതിർന്ന എഴുത്തുകാർ മുതൽ ഇപ്പോൾ സച്ചിദാനന്ദ മാഷാണെങ്കിലും കൽപ്പറ്റ നാരായണ മാഷാണെങ്കിലും അവിടെ നിന്ന് വന്ന് ഈ ഒരു ബാലചന്ദ്രൻ ചുള്ളിക്കാട് വരെ നീളുന്ന ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിരന്തരം കവിതകൾ എഴുതുമ്പോൾ പുതിയ എഴുത്തുകാർക്കുള്ള ആ ഒരു സ്പേസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ ഏറ്റവും പുതുതായിട്ട് എഴുതി എന്ന് നമുക്ക് ആശെ ഒരു പുതിയ നമ്മൾ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് എഴുത്തുകാരെ, ഇപ്പോൾ വിഷ്ണുപ്രസാദ് അതിൽപ്പെട്ട ഏറ്റവും മികച്ച കവിയാണ്. ഇതുവരെയുള്ള എല്ലാ കവിതയുടെ ഒരു ചട്ടക്കൂട് മറികടക്കുന്ന രീതിയിലുള്ള എഴുത്താണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഒട്ടുമിക്കതും. പിന്നെ അതിൽപ്പെട്ട ഒരാളാണ് നമ്മളെ ഷാജു വി. അദ്ദേഹത്തിന്റെ കവിത എന്ന് പറഞ്ഞാൽ അത് ഇതുവരെയുള്ള ഒരു കവിതയിൽ നിന്ന് പൂർണ്ണമായും മാറി ചിന്തിക്കുന്ന, അതിന് വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രമേയങ്ങൾ കൊണ്ടാണെങ്കിലും ഒക്കെ ഉള്ളൊരവസ്ഥയാണ്. അപ്പൊ ഇനി നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട അവസ്ഥയാണ്, അതായത് ഈ ഒരു പുതുമ കൊണ്ടുവരുന്ന ആളുകൾക്ക് എത്ര സ്വീകാര്യത അല്ലെങ്കിൽ എത്ര വായന കിട്ടുന്നു എന്നുള്ള ഒരു ആസ് എ റൈറ്റർ നമ്മൾ കവിത എഴുതുന്നത്, കഥ എഴുതുന്നതൊക്കെ ഒരു നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, പ്ലഷറാണ്. അപ്പൊ ഈ പ്ലഷർ നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു എന്നെ ആളുകൾ വായിക്കുമോ വായിക്കാതിരിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കണം കവിതയുടെ ഒരു മാറ്റത്തെ ഒരു തടഞ്ഞു നിർത്തുന്ന ഒരു ഘടകമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ മാറ്റം സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത് ഒരു മലയാളത്തിലെ കഥകളെ കുറിച്ചൊക്കെ നിരീക്ഷിക്കുന്ന ഒരു വിമർശകൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു മാഷിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് പുതിയ എഴുത്തുകാർക്ക് കഥയാവട്ടെ കവിതയാവട്ടെ എന്തുകൊണ്ടാണ് അവരുടെ സമകാലിക അനുഭവങ്ങൾ ഈ ഒരു എഴുത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതെന്ന്.
അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഏറ്റവും പുതിയ ടെക്നോളജി ആവട്ടെ, AI ആവട്ടെ, ഇതൊന്നും എന്തുകൊണ്ട് എഴുത്തുകാർക്ക് അവരുടെ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല? അവരിപ്പോഴും എഴുതുന്നത് അവർക്ക് മുന്നേ പറന്നു പോയ, അവർക്ക് മുന്നേ എഴുതിപ്പോയ ഒരുപാട് എഴുത്തുകാരുടെ കൃതികളുടെ അതേ പാറ്റേണിലാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് മറികടക്കാൻ പറ്റുന്നില്ല എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നത് ഭാഷാപരമായ പ്രശ്നം തന്നെയാണ്. കാരണം ഏറ്റവും പുതിയ ടെക്നോളജിയെ കവിതയിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ ഭാഷ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോഴും നിലാവും ഇരുട്ടും വെളിച്ചവും ചന്ദ്രൻ്റെ ഒക്കെ പിന്നാലെ പോവുകയാണ്. എല്ലാ സാഹിത്യകൃതിയും, അത് നോവലിനാണെന്നുണ്ടെങ്കിലും നോവൽ പക്ഷേ ടെക്നോളജിയെ പിന്നെ ഉപയോഗിക്കാൻ തോന്നും, പക്ഷെ കവിതയിൽ അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വായനക്കാരൻ്റെ മനസ്സിപ്പോഴും അവിടെയാണ്. ഈ വായനക്കാരനെ എതിർത്തുകൊണ്ട് എഴുതിയ എല്ലാ കവികളും മിക്കവാറും കവിത എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നിരാകരിച്ചുകൊണ്ട് പുറത്തു പോയവരായിരിക്കും. ഇപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നേരത്തെ പറഞ്ഞ ടോണി തന്നെയാണ്. ടോണിയുടെ ഏറ്റവും വലിയ കവിതയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ കവിത എന്ന സ്ഥാപനത്തെ തന്നെ അദ്ദേഹം ഒഴിവാക്കി, നിരാകരിച്ചു. ഇതൊന്നും കവിതയല്ല, ഞാൻ പറയുന്നതും കവിതയാണെന്നുള്ളൊരു വാദത്തിലേക്ക് മുപ്പര് കടന്നു വരുന്നുണ്ട്. മറ്റൊരാൾ MR വിഷ്ണുപ്രസാദ് ആയിരിക്കും. 2 വിഷ്ണുപ്രസാദ് ഉണ്ട്, അതിലൊരാൾ അതിൽ ശക്തമായ നിലകൊള്ളുന്ന വ്യക്തിയാണ് MR വിഷ്ണുപ്രസാദ്. പൂക്കളുടെ ഭാഷയൊക്കെ എടുത്ത് നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കവിതയെ മറ്റൊരു രീതിയിലേക്ക് തലത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ. പക്ഷെ അത്തരം കവികളെ മിക്കവാറും മലയാളത്തിലെ എല്ലാ പ്രമുഖ കവികളും അല്ലെങ്കിൽ പ്രമുഖ സ്ഥാപനങ്ങളും ഒഴിവാക്കിയവരോ നിരാകരിച്ചവരോ തഴഞ്ഞവരോ ഒക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്ന ആ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി S. ജോസഫ് ആയിരിക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും ദളിത് കവിത എന്നുള്ള രീതിയിൽ മലയാളത്തെ പരിചയപ്പെടുത്തുന്നത് പോലും S. ജോസഫിന്റെ പേരിലാണ്. പക്ഷേ S. ജോസഫിനെ തഴഞ്ഞ പോലെ S. ജോസഫിന്റെ പുതിയ ഭാഷയെ തഴഞ്ഞ പോലെ S. ജോസഫിന്റെ പ്രമേയങ്ങൾ തഴഞ്ഞ പോലെ മലയാളത്തിലെ ഇതുവരെ മറ്റൊരാൾ തഴഞ്ഞിട്ടുണ്ടാവില്ല പുതിയ കാലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പുതിയ കവിത വായനക്കാരനെ നോക്കി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. വായനക്കാരൻ എന്താണോ താല്പര്യപ്പെടുന്നത്, വായനക്കാരൻ്റെ മനസ്സ് എങ്ങോട്ടാണോ കടന്നു പോകുന്നത്, ആ രീതിയിലേക്ക് മാത്രം മലയാള കവി എഴുതി തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ശ്രദ്ധേയമായ കവിത എന്നും മികച്ച കവിത എന്നും. മലയാളത്തിൽ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന മിക്ക കവിതകളും ശ്രദ്ധേയമായ കവിതകളാണ്, ഭയങ്കര ശ്രദ്ധേയം. ഇപ്പോൾ കുറച്ച് മുമ്പ് S. കലേഷിൻ്റെ ഒരു കവിത വന്നു, ഒരു മഞ്ഞപ്പൂക്കളോട് ഉടുപ്പിട്ടൊരു പെൺകുട്ടിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, ഒരു മാതൃഭൂമിയിൽ വന്ന ദേശാഭിമാനിയുടെ മാതൃഭൂമിയിൽ വന്ന ഒരു കവിതയാണ്. പക്ഷെ ആ കവിതയുടെ പ്രശ്നം എന്താ വെച്ചാൽ അത് ശ്രദ്ധേയമായ കവിതയാണ്. അതിലൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ MA പഠിക്കാനുണ്ടായ ഒരു പഠനമാണ് ചെങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം. ചെങ്ങമ്പുഴയുടെ തത്വശാസ്ത്രത്തിന്റെ അവസാന കേസരി പറയുന്ന ഒരു 5 കണ്ടന്റ് നമ്മൾ പറയുന്നത്, 5 ഘടകങ്ങൾ പറയും. മലയാളിയുടെ മനസ്സിലുണ്ടായിട്ടുള്ള കാവ്യപരമായിട്ടുള്ള 5 സൈക്കോളജിക്കൽ ഘടകങ്ങൾ പറയും. അതിലുള്ള ഒന്നാണ് ഈ അതിവിഷാദാത്മകത, അല്ലെ ഹാസ്യാത്മകത, ഇങ്ങനെയുള്ള ഒരു 5 പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ 5 ഒന്ന് മലയാളിയെ ഒരു കാലത്തും പിടിവിട്ടിട്ടില്ല എന്നുള്ളത്, അത് അതിവിഷാദാത്മകതയാണ്. ഈ വിഷാദം മലയാള കവിതയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വായനക്കാരൻ അത് വായിച്ചോളൂ. ഏതെങ്കിലും ഒരു വിഷാദത്തിന്റെ കണ്ടന്റ് ഇല്ലാത്ത പുതിയ കവിതയൊന്നും നമുക്ക് കണ്ടെത്താനേ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ ഒന്നില്ലെങ്കിൽ പ്രണയത്തിന്റെ നൈരാശ്യമായിരിക്കും, അതല്ലെങ്കിൽ ഓർമ്മകളുമായി ബന്ധപ്പെട്ട മാനസികമായുള്ള പ്രശ്നങ്ങളായിരിക്കും, ജീവിതത്തിന്റെ മിഡിൽ ക്ലാസ് പ്രതിസന്ധികളായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷാദ സ്വഭാവം മലയാള കവിതയിൽ എല്ലാ കാലത്തും ഉണ്ട്. ആ വിഷാദത്തിൽ നിന്ന് മലയാള കവിക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം മലയാളി ആയിട്ടുള്ള എല്ലാ വ്യക്തികളും ആ വിഷാദാത്മകതയെ അതിരറ്റ് സ്നേഹിക്കുന്നുണ്ട്, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളി ഒരിക്കലും ഒരു പുതിയ ഭാഷ നിർമ്മിക്കാൻ ശ്രമിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വിഷാദാത്മകത മിക്കവാറും നമ്മൾ ഈ പുതിയ പറയുന്ന ടെക്നോളജിയും മറ്റു സംഭവങ്ങളും കവിതയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ വിഷാദാത്മകത തകർന്നു പോകും. അതോടുകൂടി അതിൻ്റെ വായനക്കാരും ഇല്ലാതാവും. ഇപ്പം നമ്മൾ നോവൽ സാഹിത്യത്തിൽ ഏറ്റവും പുതിയ പ്രവണതയായിട്ട് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന നോവലുകളായിരിക്കും റാം കെയർ ഓഫ് ആനന്ദിയും പ്രേമനഗരവും അങ്ങനെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഈ എല്ലാ നോവലുകളിലും നിങ്ങൾക്ക് പുതിയൊരു ഭാഷയൊന്നും കിട്ടുന്നില്ല, നിങ്ങൾക്കൊരു പുതിയ ഭാഷ ഉണ്ടാകുന്നില്ല, പുതിയ സങ്കല്പങ്ങളോ പുതിയ രൂപങ്ങളോ പ്രമേയങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ ഈ വിഷാദാത്മകതയാണ്. ഏറ്റവും എല്ലാത്തിനും പ്രണയമായിരിക്കും, ആ പ്രണയം തകരുന്നു, ഒന്നു ചേരുന്നു. ഇത് മലയാള സാഹിത്യത്തിൽ പണ്ടേ ഉള്ള ഒരു പ്രവണതയാണ്.
അത് നിങ്ങൾക്ക് പഴയ നോവലുകൾ, ഇപ്പോൾ മുക്കത്തോർക്കയുടെ നോവൽ എടുത്ത് വായിച്ചു നോക്കിയാലും ഇതിൻ്റെ ഒരു പഴയ വേർഷൻ കാണാം. പക്ഷെ നിങ്ങളത് വായിക്കാതെ പുതിയ നോവലും ഇതേ സംഭവം തന്നെ തുടർന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷാദാത്മകത മനസ്സിലാക്കി അതിലിങ്ങനെ ലയിച്ച് നമ്മുടെ റീൽസ് വരെ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. ഒരു BGM ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും. ഏറ്റവും വിഷാദം സൂചിപ്പിക്കുന്ന ഒരു ശോകപൂർണമായിട്ടുള്ള ഒരു BGM ഇട്ടിട്ട് എന്ത് കണ്ടന്റ് കൊടുത്താലും നമ്മൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ പോകും. അപ്പോൾ അത് മലയാളിയുടെ മനസ്സിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഈ വിഷാദാത്മകതയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതിനെ മറികടന്നുകൊണ്ട് ഏറ്റവും പുതിയ മലയാള കവിതയിൽ, പുതിയ മലയാള സാഹിത്യത്തിൽ ഒരു ഭാഷയെ നിർമ്മിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ സ്ഥാപനത്തിൻ്റെ പുറത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഏറ്റവും നല്ല കവിത കിട്ടണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല ഭാഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പുറത്തു പോയ കവികളെ ശ്രദ്ധിക്കേണ്ടി വരും. അനസത് പറഞ്ഞ ഹലോ അനസത് പറഞ്ഞ സമയത്ത് ജിജി എവിടെ എന്നുള്ള ഒരു കവിത ഏറെ കയറിയ ഒരു അനുഭവം അല്ലെങ്കിൽ വായന നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? ജിജി എവിടെ എന്നുള്ളത് അതൊക്കെ ഒരുപക്ഷെ ആധുനിക കവിത എന്ന് പറയുന്ന മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ച അയ്യപ്പ പണിക്കര ശൈലിയാണ്. കാർട്ടൂൺ കവിതകൾ അല്ലേ? തം, തകം, പാതകം, കൊലപാതകം, വാഴക്കൊലപാതകം, അങ്ങനെ കവിത എഴുതിയിട്ട് എല്ലാം ഫ്രെയിമിൽ നിന്ന് പുറത്ത് ചാടിയ ഒരാളാണ് അയ്യപ്പ പണിക്കര്. അപ്പൊ അതിന് ശേഷം അതിന്റെ തുടർച്ചയിൽ വരുന്ന ഒരു കവിതയാണ് ജിജി എവിടെ എന്നുള്ളത്. ഒരേ ടോണില് അല്ലേ? ജിജി എവിടെ എന്നുള്ളൊരു കവിത. കവിത വായിച്ചിട്ടുണ്ടോ? ജിജി എന്ന കവിത വായിച്ചിട്ടുണ്ടോ? ടോണിയുടെ കവിതയാണ്. കവിത വായിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വായന തന്നെ സാധ്യമാണെന്നുള്ള വേറെ വിഷയമാണ്. ജിജി എവിടെ, ജിജിക്ക് എന്ത് പറ്റി, ജിജി എവിടെ പോയി, ജിജി എപ്പോഴാണ് വരുന്നത്, ഫുൾ എല്ലാ വരികളും ഒരു 40 വരികളോളം ഉണ്ടാകും കവിത. അതിലെല്ലാത്തിലും ജിജി ഉണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ജിജി ആയിട്ടുള്ളൊരു കവിതയാണ്. ടോണി അത്ര അങ്ങനെ തഴയപ്പെടേണ്ട ഒരു കവിയൊന്നുമല്ല. ഏറ്റവും പ്രസിദ്ധമായ മലയാളത്തിലെ കവിതകളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. പ്ലമേനമ്മായി, ഇങ്ങനെ ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. മലയാളത്തിലെ ഉത്തരാധുനിക സാഹിത്യം, ഉത്തരാധുനിക കവിതാ സാഹിത്യമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ പാഠപുസ്തകങ്ങളും മറ്റൊക്കെ പഠിക്കുക. അപ്പം അത്രത്തോളം പ്രസിദ്ധമായിട്ടുള്ള കവിയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടുള്ള കവി അദ്ദേഹം തന്നെ ആയിരിക്കും, ജിജിയുടെ പേരിൽ. ഓക്കെ, ആ കവിത ഒന്ന് ജസ്റ്റ് വായിക്കാൻ ശ്രമിച്ചാൽ മതി. ജീവിതവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത, എല്ലാത്തിനും പുറത്ത് നിൽക്കുന്ന ഒരു കവിതയായിട്ട് നിങ്ങൾക്ക് ജിജിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ കവിതയുടെ വായനയിൽ നമുക്ക് ആ ഒരു കവിത വായിച്ചതിന് ശേഷം നമുക്കൊരു ഒരു അടി കിട്ടിയ ഫീൽ കിട്ടണം ചിലപ്പോൾ. അതായത് നമുക്കുള്ള അനുഭവം അതേപോലെ പറയുന്നതും നമുക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് നമ്മുടെ ഷാജു വിവിയെ പോലെ. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് ആ ഒരു പ്രത്യേകത കാണാൻ പറ്റും. ഇനി വിഷാദമാണെങ്കിലും ജീവിതമാണെങ്കിലും ഒന്നും നേരിട്ട് പറയുന്ന ഒരു ഭാഷ്യത്തിലായിരിക്കില്ല അതുണ്ടാവുക. അതൊരു തീർത്തും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, വരികളിലൂടെ പറയുന്ന ഒരു എഴുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നദിയിൽ ചൂണ്ടലിട്ടിരിക്കുന്ന ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ കവിതയാണ്. അപ്പോൾ അത് വളരെ രസകരമായ ഒരു കഥ കൂടി ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് കഥ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് കഥയിൽ നിന്ന് കവിതയ്ക്ക് വന്നുകൊണ്ട് ഈ കഥയാണ് ആദ്യം ഞാൻ ശ്രദ്ധിക്കുക. ഈ കഥ മലയാള കവിതയെ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഇവിടെ പുതിയ കാലത്തെ കവിതകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മാതൃഭൂമി വായിക്കുകയാണെന്നുണ്ടെങ്കിലും മലയാളം വായിക്കുകയാണെന്നുണ്ടെങ്കിലും ദേശാഭിമാനി വായിക്കുകയാണെന്നുണ്ടെങ്കിലും മിക്കവാറും ഈ കഥാകാരന്മാർ കവിതയിലേക്ക് വരുമല്ലോ, അതല്ലെങ്കിൽ കവികൾ കഥയിലേക്ക് പോകും. അതിന് കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ചില കവികളൊക്കെ, ഇപ്പോൾ മലയാളത്തിലെ പുതിയൊരു കവിയാണ് മേഘ്ന കവിയാണ്. അതേപോലെ തന്നെ DC ബുക്സിൽ നോവൽ പ്രൈസ് കിട്ടിയ നോവലിസ്റ്റുമാണ്. അതേപോലെ OVJN അവാർഡും കുറേ അവാർഡുകൾ കിട്ടിയിട്ടുള്ള മലയാള കഥാകാരിയാണ്. ഈ കഥ ഷഫീഖ് ഒരു കഥാകാരനാണെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ കവിയുമാണ്. അതുകൊണ്ട് ഈ കഥ കവിതയെ ബാധിക്കുമോ? അടിസ്ഥാനമായിട്ട് ഞാൻ എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിൽ ഒരു കഥയാണ്. പിന്നെ അതിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ എഴുത്തിൻ്റെ എളുപ്പമായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു കവിതയ്ക്കുള്ള മാറ്റമാണ്. ഇനിയിപ്പോൾ കവിത ആലോചിക്കുന്നതും കവിതൻ്റെ വരികൾ ആലോചിക്കുമ്പോഴൊക്കെ അതിൻ്റെയൊക്കെ ബാക്കിലൊരു കഥയുടെ സ്വാധീനം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥ പറഞ്ഞു പോകുന്ന ശൈലിയിലായിരിക്കും എഴുത്തുകൾ സംഭവിക്കുക. അതിന് ചിലപ്പോൾ പരിമിതിയാവാം, ചിലപ്പോൾ അതിൽ നിന്ന് ഇനി പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം ആലോചിക്കാം. അതായത് പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ കഥാ കവിത എന്ന പരിമിതിക്കൊക്കെ അപ്പുറം രണ്ടിനെയും വായിക്കപ്പെട്ടു. ചില കഥകൾ വായിച്ചാൽ അത് കവിത പോലെ എന്ന് നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. ചില കവിത വായിച്ചാൽ നമുക്ക് തോന്നുന്നു കഥ പോലെ കഥാഖ്യാനാണല്ലോ. അപ്പോൾ
എനിക്ക് തോന്നുന്നു വ്യത്യസ്ത സാഹിത്യ ജനുസുകളിലാണെങ്കിൽ കൂടി പുതിയ കാലത്തെത്തുമ്പോൾ അതിൻ്റെ ഒരു ബൗണ്ടറി ഒക്കെ മാറ്റിരും. നമ്മൾ മൾട്ടി സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് പുതിയ സാഹിത്യ ശാഖ വളർന്നു. ഞാൻ പറയേണ്ട ഒരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പുതിയ കാലത്ത് അരുൺ പ്രസാദ് ഒരു ഹൈപ്പർ ലിങ്ക്ഡ് കവിത എഴുതുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് അരുൺ പ്രസാദ്. അദ്ദേഹം സ്വീകരിച്ചൊരു വഴി എന്താണെന്ന് വെച്ചാൽ, സാധാരണ പരമ്പരാഗതമായ കവിത രീതിയിൽ നിന്നും മാറിക്കൊണ്ട് അദ്ദേഹം എഴുതിയൊരു കവിത ഒരു സാജൻ എന്ന് പറയുന്ന ഒരാളുടെ മരണമാണ്. ആ മരണത്തെക്കുറിച്ച് പറഞ്ഞ് കവിത ഇങ്ങനെ പോകുന്ന ഇടക്ക് ഒരു ലിങ്ക് ഉണ്ടാവും. സാജന്റെ മരണത്തെക്കുറിച്ച് ഭാര്യ പറയുന്നത് കേൾക്കാൻ ഈ ലിങ്കിൽ തൊടുക. അതിൻ്റെ അടുത്ത ലിങ്ക് ആയിരിക്കും സാജന്റെ മരണവുമായി പോലീസുകാരന് പറയാനുള്ളത് കേൾക്കാൻ ഇതിൽ തൊടുക. അപ്പൊ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്ക് പറയാനുള്ള ലിങ്ക് തൊട്ടാൽ നേരെ ആ ഭാര്യയുടെ പക്ഷത്ത് നിന്നുള്ള ഒരു കവിത കാണാം. ഇനി നേരെ പോലീസുകാരനെ തൊട്ടാൽ പോലീസുകാരനെ പോയി ഈ ലിങ്കിൽ പോയാൽ പിന്നെ അടുത്ത ഇതുണ്ടാവും, ഈ കേസിന്റെ അവസാനം എന്താണ് ആയി എന്നറിയാൻ ഇതിൽ തൊടുക. ഈ കൊലപാതകി ആരാണെന്ന് അറിയാൻ അങ്ങനെ ലിങ്ക് നമ്മളെ കവിതകൾക്കിടയിൽ ലിങ്കുകൾ കൊടുത്തിട്ട് ലിങ്കിലൂടെ കവിത വായിക്കുന്ന ഒരു പുതിയ ധാര സമകാല മലയാള കവിതയിൽ വന്നിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ അയ്യപ്പ പണിക്കരുടെ ഖം തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം ആ കവിത എന്നതിലപ്പുറം ആ കവിത കൊടുത്ത ഘടന അത് ഫ്രെയിം ചെയ്തത് കാണാം. ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ആ കവിത പോകുന്നത്. കം തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം നേന്ത്രവാഴക്കൊലപാതകം ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് പാതകം തകം കം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയമണ്ട് ഷേപ്പാണ്. അതിനെ പരിഹസിച്ചുകൊണ്ട് എം കൃഷ്ണവാര്യ തോന്നുന്നുണ്ട് നിക്കർ പണിക്കർ നിക്കർ കർ അങ്ങനെ പരിഹസിച്ചുകൊണ്ട് പിന്നെ എന്ത് ഒരു കവിത എഴുതുന്നുണ്ട്. പക്ഷെ അയ്യപ്പ പണിക്കർ ആ കാലത്ത് ആ കവിതക്ക് പരിഹാസമാണ് ഏറ്റുവാങ്ങിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് കവിതയുടെ മൊത്തം സ്ട്രക്ചർ, കവിത എന്നുള്ളത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ആ വാക്കിനെ എങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നു, അതിലൂടെയും കവിതക്ക് ചിലത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ചില കവിതകൾ ഒരു വരികൾ കൊടുക്കുന്നത് പ്രധാനമാണ്. നമ്മൾ ഒരു വരി എവിടെ അവസാനിപ്പിക്കുന്നു, അടുത്ത വരി എവിടെ തുടങ്ങുന്നു എന്നുള്ളതൊക്കെ ആ ഒരു കവിതന്റെ സ്ട്രക്ചർ കൂടി, കവിതയിൽ ആ ഘടന കൂടി, ആ രൂപകം കൂടി, അതിന്റെ രൂപത്തിന് കൂടി പ്രാധാന്യം വരുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ മലയാള കവിത മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജസ്റ്റ് കൂട്ടിച്ചേർക്കാം. ഇപ്പൊ കവിതയിൽ നമ്മൾ സാധാരണ ഇപ്പൊ എല്ലാവരും പറയും കഥ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ മുറിച്ച് താഴേക്ക് കൊടുത്ത കവിത ആവുമെന്ന് പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഈ സ്ട്രക്ചറാണ്. നമ്മൾ പുതിയ കുട്ടികളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ആൾക്കാരൊക്കെ എഴുതുമ്പോൾ മിക്കവാറും അങ്ങനെ തന്നെ ചെയ്യുക. തോന്നിയിടത്തൊക്കെ ഇങ്ങനെ മുറിച്ച് വെക്കും, സൗകര്യം അനുസരിച്ച്. ചിലപ്പോൾ ലൈന് ചെറുതാവണം, അല്ലെങ്കിൽ 60 വരി കൊള്ളിക്കണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മേലക്ക് കയറ്റി വലിയ വരികളാക്കിയിട്ട് വെക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് ഉള്ള കവിതകളിലൊക്കെ ഉണ്ടായിരുന്നു, കീറിന്ന് എഴുതുമ്പോൾ കീന്ന് എഴുതും, എന്നിട്ട് കുറേ കുത്തിട്ടിട്ട് അപ്പുറത്ത് റീന്ന് എഴുതും, അല്ലെങ്കിൽ വര. കാരണം കീറിയതാണല്ലോ. അപ്പൊ കീറിന്ന് ആ സ്ട്രക്ചറിൽ അറിയിക്കുക, അത് ഭാഷയുടെ ഒരു പുതിയ ഒരു ട്രിക്കാണ്. അപ്പൊ അങ്ങനെ അറിയിക്കാൻ പറ്റുന്ന രീതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അനുഭൂതിയെ ഒന്നും ബാധിക്കണില്ല. കീറി എന്നുള്ള അനുഭൂതിയൊന്നും മനുഷ്യർക്ക് അതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് ഭാഷയുടെ ചെറിയൊരു സംഭവം മാത്രമാണ്. പക്ഷെ ആ ഭാഷയ്ക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ അനുഭൂതി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തകം മറ്റേ സംഭവങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കുന്ന ആൾക്കാർക്ക് അതൊരു രസമാണ്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകം ഒരു അനുഭൂതി നമുക്ക് നിലനിൽക്കുന്നുണ്ടോ, മനസ്സിൽ നിലനിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഗദ്യഭാഷയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പം നമുക്ക് ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വലിയ സന്തോഷം തോന്നും, അല്ലെങ്കിൽ വലിയ ദുഃഖം തോന്നും. പക്ഷേ ചില കവിതകൾ, സാധാ ഒരു കവിത വായിക്കുമ്പോൾ നമുക്ക് ആ അനുഭൂതി കിട്ടുന്നില്ല. മിക്കവാറും ഗദ്യ കവിതകൾ വായിക്കുമ്പോൾ, ഏറ്റവും പുതിയ കാലത്തെ ഗദ്യ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് ആ അനുഭൂതി കിട്ടുന്നില്ല. മിക്കവാറും നമ്മൾ ആ സംഗീതത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പഴയ ഭാഷയുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ അനുഭൂതി മനുഷ്യനെ ബാധിക്കാത്തൊരു പ്രശ്നം കൂടി മലയാളത്തിൽ നിലവിലുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അയ്യപ്പ പണിക്കർ NV ഒക്കെ ഈ പുതിയ ഭാഷ കൊണ്ടിങ്ങനെ വന്നിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ പുതിയ കവിതകളുടെ ഒരു കവിതയെ ബന്ധപ്പെടുത്തി മറ്റൊരു കവിത വരുന്നൊരു സിസ്റ്റം ഒന്നുമില്ല. ഇപ്പോൾ NV അയ്യപ്പ പണിക്കർക്ക് എഴുതിയ പോലെ എനിക്ക് തോന്നുന്നു പുതിയ കാലത്ത് ഷെഫീഖിന് മറുപടി ആയിട്ട് ഞാൻ ഒരിക്കലും ഒരു കവിത എഴുതില്ല. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഒരു കവിത എഴുതിയിരുന്നു. ഈ സച്ചിദാനന്ദൻ്റെ ഒരു കവിത ഉണ്ട്, കത്തിയേറ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്.
നമ്മൾ സർക്കസിന് പോകുമ്പോൾ അല്ലെങ്കിൽ സർക്കസ് എക്സിബിഷനൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ ഈ കത്തിയേറുകാരനുണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരാൾ നിന്നിട്ട് മറ്റേ ആൾ കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് എറിയും. ഈ പരിപാടിയാണ്. അപ്പോൾ അതിനെതിരെ ഞാൻ മറുപടിയായിട്ട് തിരിച്ചൊരു കവിത എഴുതിയിരുന്നു. പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ രീതിയിലും വരെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല, താങ്കളുടെ കവിത തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന് വരുമ്പോൾ ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് കവിത റിപ്ലൈ വന്നല്ലോ, ഇമെയിൽ റിപ്ലൈ. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, എന്താണ് സ്വീകരിച്ചത്? അപ്പോൾ സ്വീകർത്താവിന് തന്നെ അതിന് ബുദ്ധിമുട്ടാണ്. കാരണം ഈ കവിത വലിയ വികാസം പ്രാപിക്കരുത് എന്നുള്ളത് ചിലരുടെ ഒരു തീരുമാനം പോലെ വെച്ചിരിക്കുകയാണ്. കാരണം ഇതിற்கு മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ചുരുങ്ങി പോവുക. ഇത്തരം കണ്ടന്റുകളിലുള്ള കവിതകൾ വന്നാലേ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വിപുലപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള കവിതയുടെ വികാസങ്ങളെയൊക്കെ തടഞ്ഞ്, ഭാഷയുടെ വികാസങ്ങളെയൊക്കെ തടഞ്ഞ് ആ പഴമയിൽ തന്നെ നിലനിന്നുകൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ അവരുടെ മാർക്കറ്റിങ്ങിനെ അത് കൂടുതൽ ബാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഭാഷയെയോ അല്ലെങ്കിൽ കവിതയുടെ സാഹിത്യത്തെയോ ഒക്കെ പ്രമേയ പരിസരങ്ങളെയൊക്കെ ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മളും വായനക്കാരന് വലിയൊരു സ്വാധീനമുണ്ട്, എന്ന പോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് ടീമിന് വലിയ സ്വാധീനമുണ്ട്. അത്രയൊന്നും സ്വാധീനം ഇല്ലാത്ത ഒരാളായി മാത്രം മലയാളത്തിൻ്റെ കവി ചുരുങ്ങി പോവുകയും ചെയ്യുന്നുണ്ടെന്നാണ്. ഇതിന്റെ തുടർച്ചയിൽ പറയാനുള്ളത്, ഇപ്പം ഒരു പവർ ഗ്രൂപ്പ്, ഒരു മുഖ്യധാര എന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മലയാള സാഹിത്യത്തെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ധാരണ നമ്മൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കുറച്ച് പഴയ കാലത്ത് നമ്മൾ പറയാറുണ്ട്, എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമക്കണക്ക് ശരണം എന്നുള്ള രൂപത്തിൽ. അതായത് എഴുത്തച്ഛൻ്റെ ഭാഷയാണ് ഭാഷ എന്നുള്ളൊരു ധാരണ ശക്തമായിരുന്നു. എന്നാൽ അതിന് ഇങ്ങോട്ട് വരുമ്പോൾ അത്തരം സംസ്കൃതീകരിക്കപ്പെട്ട അത്തരം ഒരു ഭാഷാ സങ്കല്പത്തെ, ശുദ്ധ മലയാളം എന്നുള്ള ഭാഷാ സങ്കല്പത്തെയൊക്കെ മറികടക്കുകയും മഴയുടെ പര്യായമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ നാട്ടിൻ പുറത്തെ ഭാഷകൾ കൂടി സമകാല മലയാളത്തിലേക്ക് വരുന്ന ഒരു പുതിയൊരു ട്രെൻഡ് നമുക്ക് കാണാം. ഇപ്പോൾ ഗോത്ര കവിതകളിൽ സുകുമാരൻ ചാലികത്തിന്റെയും അശോകൻ മറയൂര്, ധന്യ, അവരുടെയൊക്കെ കവിതകളിൽ അവരുടെ ഗോത്രത്തിൽ ഉപയോഗിക്കുന്ന ഗോത്ര ഭാഷ കൃത്യമായിട്ട് ആ കവിതകളിൽ വരാം. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഭാഷയെ നമ്മൾ ഒരു പുതിയൊരു ഭാഷ നിർമ്മിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ കൂടെ ആദ്യകാലത്ത് മലയാളത്തിൽ ദൃശ്യത കിട്ടാതെ പോയ നമ്മൾ 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്നത് പോലെ എല്ലാ മലയാളികളുടെയും, കേരളം എന്നത് മലയാളികളുടെ മാത്രം മാതൃഭൂമിയല്ല. കേരളത്തിൽ ജീവിക്കുന്ന മറ്റ് മലയാളമല്ലാത്ത മാതൃഭാഷയുള്ളവരുടെയും കൂടെ സംസ്കാരവും ഉൾച്ചേർന്നതാണ് മലയാളം കേരള ഭൂമി എന്ന് അറിയിക്കുന്നത് പോലെയുള്ള വലിയ രീതിയിലുള്ളൊരു ജനാധിപത്യവൽക്കരണം ഈ ഒരു സമകാല മലയാള കവിതയോട് കൂടി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായി കാണുകയാണ്. കാരണം അതിനു മുമ്പ് ഇപ്പം നമ്മുടെ പുതിയ കാല കവിതകളിൽ കുറെ കൂടി നമ്മുടെ മുസ്ലിം കഥാപരിസരമൊക്കെ എല്ലാ ജനവിഭാഗങ്ങളുടെയും കഥാപരിസരങ്ങളെയും അവരുടെ ഭാഷയെയും സമകാല മലയാള കവിതയിലേക്ക് വരുന്നു. അത് മറ്റെല്ലാ സമൂഹവും അത് പരിചയപ്പെടുന്നു. അത്തരത്തിലുള്ളൊരു സംസ്കാര വിനിമയവും കൂടി സമകാല മലയാള കവിതയിൽ കാണാം എന്നുള്ളത്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് ഒരു അൻസിഫ് ഹുസ്രുവിന്റെ ഒരു മയ്യത്തും കര അല്ലെ, പിന്നെ അതുപോലെ നമുക്ക് സുപരിചിതമായ മാമ്പുറ തങ്ങളെ കുറിച്ചുള്ള കഥ അല്ലെ, ആ ഒരു അനുഭവം ഷാമിൽ ചുള്ളിപ്പാറ എന്ന് പറഞ്ഞ ഒരു കവി എന്ത് ചെയ്തിട്ടുണ്ട്, അത് ടൈറ്റിൽ ഓർമ്മ ഉണ്ടാവും, നേർച്ചയെ കുറിച്ച് ഒക്കെ എഴുതിയതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മലയാള മാതൃഭൂമിയിലൊക്കെ പബ്ലിഷ് ചെയ്ത കവിതകളായിട്ട് വായിക്കാം. നമുക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള സംഭവമായി അൻവർ അലിയുടെ മലപ്പുറത്തെ കുറിച്ചുള്ള കവിതയായിരിക്കും. അതിൻ്റെ തുടക്കമൊക്കെ ആയിട്ട് മിക്കവാറും പറയാൻ പറ്റുന്ന കവിത ഏതാണ്. ഇപ്പോൾ കവിതയുടെ തലക്കെട്ട് എങ്ങനെയാണ്, കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്നും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരിടത്തരം വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ. ഇതൊരു കവിതയുടെ തലക്കെട്ട് മാത്രമാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരിടത്തരം വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ. ഈ കവിത ചാലിയാർ എന്നാണ് തുടങ്ങുന്നത്. നിലമ്പൂർ ചാലിയാർ എന്നിങ്ങനെ കവിത തുടങ്ങിയിട്ട് നമ്മുടെ പാണക്കാട്ടേക്ക് പഴുത്തടക്കയും ചക്കയും ഒക്കെ കടന്നു പോകുന്ന ടാറിളകിയ കുണ്ടൻ ഇടവഴികൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ അതിനെക്കുറിച്ച് പറയും. പിന്നെ അതുപോലെ തന്നെ മലപ്പുറം അങ്ങാടിയിലെ കുന്നുമ്മൽ ഇരുന്നിട്ടാണ് കുന്നുമ്മലെ പഴയ ഒരു കുന്നുമ്മൽ അങ്ങാടി ഉണ്ടല്ലോ, കുന്നുമ്മൽ അങ്ങാടിയിലെ ഒരു പഴയ ബ്ലോക്കിൽ ഇരുന്നിട്ട് മൂപ്പര് ഈ കവിത എഴുതുന്നു എന്നും മൂപ്പരൊരു എന്താണ് 60 കിലോ മാംസം നിറച്ച ഒരു മയ്യത്താണ്, ഒരു ശവമാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ എഴുതിയിട്ടുള്ള കൊണ്ടോട്ടിയുടെ ഒരു നേർചിത്രമുണ്ട്. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന മനുഷ്യന്മാരും
പിന്നെ ഗൾഫുകാരായിട്ട് പോകുന്ന മനുഷ്യന്മാരും അവരുടെ ഭാര്യമാരും, ഇങ്ങനെ ഒരുപാട് മലപ്പുറത്തിൻ്റെ കൃത്യമായ മനസ്സിനെ കൃത്യമായ ആ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ കൃത്യമായ ഭാഷയിൽ തന്നെ അദ്ദേഹം അടയാളപ്പെടുത്താൻ ശ്രമിച്ച ഒരു കവിതയാണ് ഈ കൊണ്ടോട്ടി എയർപോർട്ട് എന്ന് പറയുന്ന കവിത. മിക്കവാറും ഈ പ്രാദേശിക ഭാഷയുടെയൊക്കെ തുടക്കമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസരണമൊക്കെ തുടങ്ങുന്നത് മിക്കവാറും ആ ഒരു കവിതയുടെ ഭാഗമായിട്ടായിരുന്നു. പക്ഷെ ആ കവിത എനിക്ക് പബ്ലിഷ് ആയിട്ട് എവിടെയും കാണാൻ കഴിയില്ല. അതിൻ്റെ വായനകളൊക്കെ മിക്കവാറും KLF-ൻ്റെയോ മറ്റു വായനകളൊക്കെ കവിതയുടെ കവിതയുടെ ഭാഗമായിട്ട് ആ കവിതയുടെ അവതരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പുതിയ കവിതയിൽ തന്നെ ഇപ്പോൾ ഷംനാദ് പറഞ്ഞു പ്രാദേശിക ഭാഷ വരുന്നുണ്ട്, ഗോത്ര ഭാഷ വരുന്നുണ്ട്, അതുപോലെ കടൽ ഭാഷ അല്ലേ, കടപ്പുറ ഭാഷ. ഇപ്പോൾ അനിൽകുമാർ എന്നുള്ള പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് ചങ്കൊണ്ടോ പറക്കൊണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ സമാഹാരത്തിൻ്റെ പേര്. ഇനി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കടപ്പുറ പാസ എന്ന് പറയുന്ന ഒരു നിഘണ്ടു തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൻ്റെ പേരാണ്, ഡിക്ഷണറിയുടെ പേരാണ് കടപ്പുറ പാസ. നമ്മളാരെങ്കിലും ഇപ്പോൾ ഒരു കാസർഗോഡുകാരുണ്ടാവും, മിക്കവാറും എല്ലാ കാസർഗോട്ടുകാരും മിക്കവാറും പരിഹാസപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വിഷയമാണ് അവരുടെ ഭാഷ എന്ന് പറയുന്നത്. പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു നിഘണ്ടുവോ അതല്ലെങ്കിൽ ഒരു കവിത സ്വഭാവമോ ഒരു പ്രമേയമോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് മുമ്പേ ചിന്തിക്കുന്ന അതല്ലെങ്കിൽ കൃത്യമായ വാലുമായി വരുന്ന ഒരുപാട് വിഭാഗം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ധന്യ വെങ്ങച്ചേരി, ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു 10-20ഓളം ഗ്രൂപ്പുകൾ, ഗോത്രങ്ങളുണ്ട്, ആദിവാസി ഗോത്രങ്ങളുണ്ട്. ഈ ആദിവാസി ഗോത്രങ്ങളിൽ നിന്ന് ഒരു 10 ഗോത്രങ്ങളിൽ നിന്ന് എന്തായാലും മലയാള കവികൾ വന്നിട്ടുണ്ട്. ഈ മലയാള കവികളൊക്കെ അവരുടെ കൃത്യമായ പഴയ ഭാഷകൾ, റാവുള ഭാഷ, ഇങ്ങനെയുള്ള ഒരുപാട് ഭാഷകളൊക്കെ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. ഇപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ള മനുഷ്യനാണ് സുകുമാരൻ. നേരത്തെ പറഞ്ഞ സുകുമാരൻ ചാലികതയുടെ കവിത ഇപ്രാവശ്യം 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിൽ വരെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഒരു മുസ്ലിം പ്രാദേശിക സ്വത്വമുള്ള കവിത ഇന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇന്നും കേരള പാഠാവലിയിലോ അല്ലെങ്കിൽ മലയാള പാഠാവലിയിലോ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ അതിൻ്റെ പരിമിതി ഏറ്റവും പുതിയ കവികളാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ ഭാഷയെ, മലബാർ ഭാഷയെ പരിഗണിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് പരിഗണിക്കാവുന്നിടത്തോളം നമ്മൾ എഴുതിയിട്ടോ അതല്ലെങ്കിൽ പരിഗണിക്കാവുന്നിടത്തോളം നമ്മൾ സഞ്ചരിച്ചിട്ടോ ഇല്ല, ഭാഷ കൊണ്ട് സഞ്ചരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ആ ഭാഷാ സഞ്ചാരം നമുക്ക് ഇനിയും നിലവിൽ നമ്മുടെ കവിതയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്തരം ചരിത്രപരമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നമ്മുടെ പുസ്തകങ്ങളും മറ്റും ഉണ്ടാക്കാൻ കഴിയുള്ളൂ. വളരെ ഗഹനമായ ചർച്ചകൾ ഇവിടെ നടന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പുസ്തകം വായിക്കാനിടയായി. ഒരു ഇംഗ്ലീഷ് പുസ്തകം, ന്യൂയോർക്ക് കൊള്ളിൻ ഹോർ എന്ന എഴുത്തുകാരി എഴുതിയ റോംകോം ഒരു ഇതാണ്, ഒരു പുസ്തകമാണ് സ്ലാംഡ് സീരീസ് എന്ന് പറയും. അപ്പോൾ ഈ സ്ലാംഡ് എന്നുള്ളതിൽ സ്ലാം പോയട്രിയെ മുന്നോട്ട് വെച്ച് അവറ്റ് ബ്രദേഴ്സ് മുന്നോട്ട് വെച്ചുള്ള ഒരു പുസ്തകമാണിത്. അപ്പോൾ ഇതിൽ ഒരു കവിത പറയുന്നുണ്ട്. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവരുടെ ടീച്ചറിനോട് ദേഷ്യത്തോട് ഒരു സ്ലാം പോയട്രി നമ്മൾ തന്നെ എഴുതിയിട്ട് നമ്മൾ തന്നെ പ്രസന്റ് ചെയ്യേണ്ട സാധനമാണ് സ്ലാം പോയട്രി. അപ്പോൾ തൊട്ട് മുമ്പ് അവരുടെ പ്രൊഫസറിനോട് ദേഷ്യപ്പെട്ട് അന്ന് പ്രസന്റ് ചെയ്യാൻ അസൈൻമെന്റ് കൊടുത്ത പ്രസന്റേഷനിൽ അസൈൻമെന്റ് കൊടുത്ത ഒരു കവിത ആയിട്ട് പറയുന്നതാണ്. According to Thesaurus, according to me, there are over 30 different meanings and substitution for word mean. ഒരു ബഞ്ച് ഓഫ് 40 ഒരു ബാക്ക് ബീറ്റിംഗ് വേർഡ്സാണ് അവിടെ വരുന്നത്, ഒരേപോലത്തെ വേർഡുകൾ. ഇപ്പോൾ ജാക്കാസ്റ്റ്, ക്രൂവൽറ്റി, ഹെഡ്മൺ, ഹാഷ്, വീക്ക്, ഹെൽപ്ഫുൾ, ഹാർട്ട്ലെസ്. അപ്പം ഇങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ഒരു വെറൈറ്റി യുണീക്കായ കവിത ഇപ്പോൾ അവർ എഴുതിയത് എന്ന് വെച്ചാൽ സ്വന്തം ടീച്ചറിനെ അവിടുന്ന് കസ് ചെയ്യാണ് പരസ്യമായിട്ട് തന്നെ. അവൻ വ്യത്യസ്ത ബാഡ് വേർഡ്സ് കൊണ്ട് ഒരു ബഞ്ച് ഓഫ് വേർഡ്സുകൾ മാത്രമായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കവിത നമ്മളെ മലയാളം ഇതിലോട്ട് വരും, അങ്ങനത്തെ അഡാപ്റ്റേഷൻ വരുമോ, അത് യുണീക്കായി ഇങ്ങനത്തെ കവിതകൾ എഴുതാൻ പറ്റുന്നോ? ഒന്നാമത് ചിലപ്പോൾ നിങ്ങൾ അടുത്തായിട്ട് വായിച്ചൊരു കവിതയായിരിക്കും. മിക്കവാറും യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ കാലം പിടിക്കും. സാധാരണ മലയാളത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഇവിടെ ആധുനിക തുടങ്ങിയത് 1900-കളിലാണ്.
1890-കളിലും 900-കളിലൊക്കെയാണ്. അവിടെ 789 തുടങ്ങിയതാണ്. ഈ ഗ്ലോബലൈസേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ അഡാപ്റ്റേഷന് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. പിന്നെ നമ്മുടെ സാഹിത്യത്തിലാണ് യുണീക്കായിട്ടുള്ള ശൈലി. ഇപ്പോൾ കുറച്ച് മുമ്പ് എസ് ഹരീഷിൻ്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു സാഹിത്യത്തിലും കവിതയിലെന്ന് പറയാൻ പറ്റില്ല, മൊത്തത്തിൽ സാഹിത്യത്തിൽ ഒരു തെറി സ്വഭാവം കടന്നു വന്നിരുന്നു. ആ തെറിയെ അഡാപ്റ്റ് ചെയ്യാൻ പോലും മലയാളിക്ക് പറ്റിയിട്ടില്ല. നമുക്ക് നമ്മുടെ ധാർമ്മികത സമ്മതിക്കുന്നുള്ള വേറെ വിഷയം, പക്ഷെ മലയാളിയുടെ മൊത്തം ധാർമ്മികത അത്രത്തോളം ലിബറൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുമില്ല. ഇപ്പൊ നമ്മുടെ ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ കുറച്ച് മുമ്പുണ്ടായി, സരീഷിന്റെ ഭാഗത്ത് നിന്ന് വന്നത് തന്നെയാണ്. ചുരുളി മൊത്തത്തിൽ തെറിയാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. സരീഷിന്റെ സാഹിത്യം വായിക്കുമ്പോൾ മിക്കവാറും അതിലൊക്കെ തെറിയുടെ കണ്ടന്റ് ഉണ്ട്. പക്ഷേ തെറി എന്താണ് തെറി എന്നുള്ളത് മിക്കവാറും മലയാളികൾക്ക് അറിയുണ്ടാവില്ല. വിളിക്കുന്നത് എല്ലാം തെറിയാണെന്നുള്ള വിശ്വാസമായിരിക്കും. ഇപ്പോൾ ഈ ഒരു മോശപ്പെട്ട വാക്ക് എവിടെ വെച്ചാലും അത് തെറിയാണെന്നുള്ള ഒരു ബോധമാണ് മലയാളികൾക്കുള്ളത്. ശരിക്കും എന്താണ് തെറി? തെറിക്കും ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു കവിത ഇന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് എഴുതുന്നതാണ്, അതിന് ഇന്ന ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളുണ്ടെന്ന് പറയുള്ളൂ. എന്ന പോലെ തന്നെ തെറിക്കും ഉണ്ടല്ലേ കുറേ ഫംഗ്ഷൻസും ഒബ്ജക്റ്റീവ്സും ഒക്കെ. അത് നമ്മൾ നോക്കില്ല. നമ്മൾ ആ മോശപ്പെട്ട വാക്ക് ഇവിടെ ഉണ്ടോ അതൊക്കെ തെറിയാണ് നമുക്ക്. അപ്പൊ തെറി അതെ, മിക്കവാറും ഒക്കെ നമ്മുടെ മലയാളത്തിലുണ്ടായ തെറികളൊക്കെ 90% സ്ത്രീ വിരുദ്ധമായിരിക്കും, അല്ലെങ്കിൽ ജാതി വിരുദ്ധ വിഷയങ്ങളായിരിക്കും. ഇപ്പൊ പൊലയടിച്ചി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പുല, എന്താണ് അച്ചി? പുലയൻ എന്നുള്ളതാണ് പുല ഉണ്ടായിട്ട്, പൊല എന്നുള്ള സംഭവം ഉണ്ടായിട്ട്. അച്ചി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥം. പൊലയന്റെ അച്ചി എന്നാണ്. പുലയൻ എന്ന് പറഞ്ഞാൽ പഴയ വലിയ ജാതിയായിരുന്നു പുലയനൊക്കെ. പുല ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പാടുണ്ടാവുക എന്നർത്ഥം, വലിയ പാടശേഖരം ഉണ്ടാവുക. ബ്രാഹ്മണന്മാരെ അവരെ കളിയാക്കി വിളിക്കുന്നതാണ് പുലയന്മാരുടെ അച്ചിയാണ്, ഭാര്യയാണെന്ന് പറയുന്നത്. അത് നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ പൊലയാടിച്ചിയായി എന്ന് പറഞ്ഞാൽ തെറിക്കൊരു ഹിസ്റ്ററി ഉണ്ട്, അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതൊന്നും നമ്മൾ അഡാപ്റ്റ് ചെയ്യില്ല. പക്ഷേ തെറി മൊത്തത്തിൽ എല്ലാം തെറിയാണെന്ന് പറഞ്ഞിട്ട് തള്ളു. മലയാളത്തിൽ ഇങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഒരു ശൈലി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ ശൈലി കൊണ്ടുവരുന്ന ആൾ പുറത്താവണം. അങ്ങനെ ഒരു നിയമം മലയാളത്തിലുണ്ട്. ഇപ്പോൾ വെൺമണി പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പച്ചമലയാള പ്രസ്ഥാനത്തൊക്കെ നമ്മൾ പരിഹസിക്കുമ്പോൾ ആ പച്ചമലയാള പ്രസ്ഥാനത്തിന് തുടർച്ചയായി പുതിയ ഏറ്റവും ഉത്തരാധുനിക കവിതയിലുണ്ട്. അങ്ങനെ പ്രസ്ഥാനമുണ്ട് മലയാളത്തിൽ, പച്ചമലയാള പ്രസ്ഥാനം, വെൺമണി പ്രസ്ഥാനം, ഇങ്ങനെ പ്രസ്ഥാനമുണ്ട്. പക്ഷേ അന്ന് ആ കവിതകളിൽ കൊണ്ടുവരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏറ്റവും ഹാസ്യാത്മകത അല്ലെങ്കിൽ നർമ്മം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അന്ന് അക്കാലത്ത് അല്ലെങ്കിൽ ഇക്കാലം വരെ അത് ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കപ്പെടുകയും അതിനെ വിമർശിക്കപ്പെടുകയും ചെയ്ത ഘടകങ്ങളാണ്. പക്ഷെ ആ ഘടകം ഏറ്റവും പുതിയ ഉത്തരാധുനിക കവിതയിലുണ്ട്, അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യത്തെ അഡാപ്റ്റ് ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ, മലയാളികളുടെ വായന അഡാപ്റ്റ് ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ ദീർഘകാലത്തിൻ്റെ സഞ്ചാരമാണ്. അത് ഏതാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തെറിയൊക്കെ കുറച്ച് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയ കാലത്തൊക്കെ നോവലുകൾ വരെ തെറിയൊക്കെ വന്നു തുടങ്ങി. ഇനി പ്രാദേശിക ഭാഷയെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കാലമായിട്ട് നമ്മൾ നടക്കുന്നത്, അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒരു യുണീക്കായുള്ള ശൈലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതിന് ഞാൻ വന്നിട്ട് നേരെ ഒരു യുണീക്കായിട്ടുള്ള ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും ഒരാൾക്ക് കഴിഞ്ഞോണം എന്നില്ല. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആളുകളൊക്കെ പുറത്തിരുന്നുകൊണ്ട് അത് ചെയ്യാം. പക്ഷെ അതിന് എത്രത്തോളം വായനക്കാരുണ്ടാവണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ട്, യൂറോപ്പിലുള്ളതൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവരണം, അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ നമ്മുടെ മലയാളത്തിലെ സാഹിത്യം രൂപപ്പെടുന്നത് അത് ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നേരത്തെ ആധുനികത 1700-കളിൽ അവിടെ ഉണ്ട്. പക്ഷെ സത്യത്തിൽ നമുക്കൊക്കെ ഒരു ആധുനിക ഇതുണ്ടായിരുന്നു. നമ്മുടെ കേരളക്കാർ എത്ര വലിയൊരു യുദ്ധം സഹിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഈ ഒരു അന്യതാബോധം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ നമ്മൾ എത്രത്തോളം അനുഭവിച്ചവരാണ് മലയാളികൾ. അതൊക്കെ യൂറോപ്പിനെ സംബന്ധിച്ച് അവർക്ക് വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആ ഒരു അന്യതാബോധവും വ്യക്തി ഹത്യപരമായിട്ടുള്ള കാര്യങ്ങളും അത്ര അലച്ചിലുകളൊക്കെ അവർക്ക് സാധ്യമായിരുന്നു. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്തരത്തിലുള്ള ഒരു വലിയ യുദ്ധങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനെ അരികവൽക്കരിക്കപ്പെടുന്ന അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ മലയാളിയെ സംബന്ധിച്ച് കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ടായുള്ള ആധുനിക കവിതകളൊന്നും സത്യത്തിൽ അതൊക്കെ ഒരു ഒരു നാട്യം പ്രകടനമായിരുന്നു മലയാളത്തിലെ ആധുനിക കവിത എന്നൊക്കെ രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പെർഫോമൻസ് പോയട്രി 1960-കളിൽ യൂറോപ്പിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതവിടെ ഉണ്ടാകുന്നത് ദാദായിസവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സാമൂഹിക പ്രക്രിയ
പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അവിടെ അത് ഉണ്ടായത്. അതിനുശേഷം കേരളത്തിലേക്ക് അതിൻ്റെ ഒരു സാമൂഹ്യാവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും എന്ത് ചെയ്തു, അത്തരത്തിലുള്ള കവിതകൾ ഉയർന്നു വന്നു എന്നതാണ് സത്യം. അദ്ദേഹം പറഞ്ഞത് തദ്ദേശീയ ആധുനികതയെ ബന്ധപ്പെട്ടാണ്. നമുക്കൊരു ആധുനികത ഉണ്ട്, യൂറോപ്യൻ ആധുനികതയെ എല്ലാവരും നമ്മുടെ ആധുനികതയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത്രയും സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആധുനികത നമുക്കുണ്ട്. തദ്ദേശീയ ആധുനികത, ഇൻഡിജീനിയസ് മോഡേണിറ്റി എന്നൊക്കെ പറയും. ഇ.ഡി. കൊസാംബിയുടെ ഒക്കെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാവും നമുക്ക് നമ്മുടേതായ ആധുനികത ഉണ്ട്, നമ്മുടേതായ നവോത്ഥാന മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തില് വാക്കുകൾ കുറവാണെന്ന് പറഞ്ഞു. അനുഭവങ്ങൾ ആവിഷ്കരിക്കാൻ പാകത്തിന് വാക്കുകളില്ല എന്നുള്ളത് അത് എഴുത്തുകാർ നേരിടുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ അതാണെന്ന് പറഞ്ഞു. പക്ഷെ വാക്കുകൾ കുറയുമ്പോഴല്ലേ കവിതയുടെ സാധ്യത കൂടുന്നത്. നമ്മൾ അനുഭവങ്ങൾ ആവിഷ്കരിക്കാൻ പാകത്തിന് വാക്കുകളിൽ നമ്മൾ കുറഞ്ഞ വാക്കുകളിൽ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക, അവിടെയല്ലേ കവിതയ്ക്ക് സാധ്യത കൂടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആരോട് ചോദിക്കുന്നുണ്ട് അറിയോ? ശരിക്കും മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പോയട്രിയുടെ മാതാവായിട്ട് ഇന്ത്യയിൽ ഒരു സ്ത്രീ എടുത്ത് കാണിക്കാറുണ്ട്. മലയാളിയാണ്, കമലാ സുരയ്യ. കമലാ സുരയ്യക്ക് ശരിക്കും മലയാളം സംസാരിക്കാൻ അറിയില്ലായിരുന്നു. കൽക്കട്ടയിലും ബോംബെയിലും ഒക്കെ ആയിട്ട് കേരളത്തിൽ കുറച്ചു കാലം ജീവിച്ച ഒരു സ്ത്രീയാണ് കമലാ സുരയ്യ. കമലാ സുരയ്യ പറയുന്നത്, എനിക്ക് ആകെ 10-20 വാക്കുകളെ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കവിത എഴുതുന്നത്, അതുകൊണ്ടാണ് ഞാൻ കഥയും നോവലും ആത്മകഥയും ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ കുറച്ച് വാക്കുകൾ കൊണ്ട് എങ്ങനെ എഴുതുന്നത്? പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്നാണ്. ആ കുറച്ച് വാക്കുകൾ മാത്രം ഉണ്ടായതുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്നാണ്. എന്ന് വെച്ചാൽ ഈ വാക്കുകൾ എന്ന് പറയുന്നത് അത് ശരിക്കും വാക്ക് എന്താണെന്ന് ശരിക്കും പഠിക്കണം. നേരത്തെ പറഞ്ഞ പോലെ വാക്കിനൊരു ഹിസ്റ്ററി ഉണ്ട്. വെറുതെ നമ്മൾ കണ്ടോടത്തൊക്കെ വാക്ക് വെക്കാൻ പറ്റില്ല. ഈ വാക്കിന് അത് വെക്കുന്ന രീതിയിലാണ് അതിൻ്റെ അനുഭവം, അതിൻ്റെ അർത്ഥവും മാറുന്നത്. ഒരു വാക്കിന് ഇവിടെ നിൽക്കുമ്പോൾ ഒരർത്ഥമാണ്, മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ വേറൊരു അർത്ഥമാണ്. അപ്പോൾ ആ ഒരു വാക്കിന് പല അർത്ഥങ്ങൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ വാക്കിൻ്റെ ഫലമാന്ന് പറഞ്ഞല്ലോ. ആ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഭാഷ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഈ ഭാഷ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ ഉള്ള വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ഭാഷ നിർമ്മിക്കാൻ കഴിയും. ആ പുതിയ നിർമ്മാണമാണ് മലയാളത്തിൽ നടക്കാത്തത്. വാക്കുകൾ ഒരുപാടുണ്ട്. നമുക്ക് സംസ്കൃതത്തിൽ നിന്ന് വാക്കുകൾ കിട്ടിയിട്ടുണ്ട്, അറബിക്കിൽ നിന്ന് വാക്കുകൾ കിട്ടിയിട്ടുണ്ട്, പോർച്ചുഗീസിൽ നിന്ന് വാക്കുകളുണ്ട്, മിക്കവാറും എല്ലാ ഭാഷകളിലും നമുക്ക് വാക്കുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വാക്കുകളെ പഴയ അതേപടി ഉപയോഗിച്ച് വരാതെ പുതിയ ഒരു ഘടനയിലേക്ക് ആവിഷ്കരിക്കാൻ മലയാളി പുതിയ കാലത്ത് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇതിഹാസത്തിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. എന്താണ്, പാറയുടെ അസ്ഥിയിൽ ഷെയ്ഖിൻ്റെ അസ്ഥികൾ വിശ്രമിച്ചു, അല്ലെങ്കിൽ സായാഹ്നത്തിൻ്റെ അച്ഛൻ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കസാക്കി വെച്ചിട്ട് പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഗർഭം എന്നുള്ള വാക്ക് നമുക്ക് അതിന് മുമ്പേ അല്ലേ, ഖസാക്കിന് മുമ്പ് ഷെയ്ഖ് എന്ന വാക്കില്ലേ മലയാളത്തിൽ, അല്ലെങ്കിൽ അറബിയിൽ ആ വാക്കില്ലേ, ഗർഭം എന്നുള്ള വാക്കില്ലേ, പാറ എന്നുള്ള വാക്കില്ലേ, എല്ലാ വാക്കുകളും ഉണ്ട്. പക്ഷെ ആ വെപ്പില്ലേ, ഒരു ഘടന, അയാളെ വെച്ച ഘടന ഉണ്ടല്ലോ, അതതിന് മുമ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ ആ ഘടനാപരമായുള്ള വാക്കുകളിലൂടെ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ഭാഷയാണ് മലയാളി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ വായനക്കാരൻ അനുഭവിക്കുന്ന പ്രതിസന്ധി. അത് കെ പി അപ്പൻ്റെ ഒക്കെ ഇതിഹാസത്തിൻ്റെ പഠനത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ ഭാഷയെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, ഭാഷ എഴുത്തുകാരനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഭാഷയ്ക്ക് വികസിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മലയാളം എന്നുള്ള ഭാഷയ്ക്ക് വികസിക്കണം എന്നുണ്ടെങ്കിൽ ആ എഴുത്തുകാരനെ ഉപയോഗപ്പെടുത്തണം. ആ എഴുത്തുകാരൻ ഒരു പുതിയ ഭാഷ മലയാളത്തിൽ നിന്ന് ഉണ്ടാക്കും. അപ്പോൾ ഭാഷയാണ് വികസിക്കുന്നത്, എഴുത്തുകാരനല്ല വികസിക്കുന്നത് എന്നുള്ളൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വാക്കുകൾ ഉണ്ടായാലും കുറേ വാക്കുകൾ ഉണ്ടായാലും ഭാഷ അതേപോലെ നിൽക്കും. പക്ഷേ അതിൽ നിന്ന് പുതിയ ഒരു ഘടനാപരമായ പുതിയൊരു ഭാഷ നിർമ്മിക്കാനാണ് ഏത് എഴുത്തുകാരും ശ്രമിക്കേണ്ടത്. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. അതുപോലെ ഈ പുതിയ കാല വാക്കുകളുണ്ടല്ലോ, ഇപ്പൊ തനത് വൈബ്, സീന്, എനിക്ക് തോന്നുന്നു അത്തരം വാക്കുകൾ നമ്മൾ സ്വീകരിക്കാൻ ഒരു മടി കാണിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരം കവിത ഉണ്ടല്ലോ, തനത് വൈബ് എന്ന് പറഞ്ഞിട്ടൊരു അപ്പൊ അത്തരം ജെൻസി വേർഡുകളെ കൂടി മലയാള കവിതയാവട്ടെ, നോവലാവട്ടെ, കഥയാവട്ടെ, അത് ഇപ്പൊ കവിത എന്നുള്ളത് നമ്മുടെ സമൂഹം എന്തൊരു സാമൂഹ്യ അവസ്ഥയാണെന്നുള്ള അത് നേരെ കവിതയിലേക്ക് പ്രതിഫലിക്കുക ചെയ്യുക. അപ്പം നമ്മുടെ ഇത്തരം ജെൻസി പദങ്ങളെയും മറ്റുമൊക്കെ
കവിതയിലേക്ക് കൂടി കൊണ്ടുവരുന്ന ട്രെൻഡ് പുതിയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം വാക്കുകളെ ഒന്നും സ്വീകരിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അധിക പദങ്ങളും സംസ്കൃത പദങ്ങളാണ്. അതിന്റെ മൂലധാരം നോക്കിയാൽ അധികം സംസ്കൃത പദങ്ങളാണ്. ആ സംസ്കൃത പദങ്ങൾ നമ്മളൊരു മടി കൂടാതെ ഉപയോഗിക്കുന്നു. ഇത്തരം പദങ്ങൾ വരുമ്പോൾ കുറെ ആളുകൾ പറയാം മലയാളത്തെ കുന്നു കളയുന്നതാണ്, മലയാളത്തിന്റെ തനിമയെ ഇല്ലാതാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു മലയാള ഭാഷയെ കുറെ കൂടി അത് വികസിപ്പിക്കുകയാണ്. അത്തരം വാക്കുകളെ നമ്മുടെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നിലവിൽ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ലൊരു ട്രെൻഡായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഈ പുതിയ ട്രെൻഡുള്ള ഭാഷയിലുള്ള കവിതകൾ വായിക്കണം എന്നുണ്ടെങ്കിൽ വിമീഷ് മണിയൂർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ വായിക്കാം. അദ്ദേഹത്തിൻ്റെ കുറേ ഇപ്പോൾ ഒരു കവിതയുടെ പുസ്തകങ്ങളുടെ പേര് വായിച്ചാൽ തന്നെ, അല്ലെങ്കിൽ കവിതയുടെ ഹെഡിങ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ട്രെൻഡ് കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്ന് തുളപുരാണം, മൂക്കിൻ്റെ തുളയിൽ AI തവള. പിന്നെ എന്താണ്, ആനയുടെ വളർത്തുമൃഗമാണ് പാപ്പാൻ. പിന്നെ തന്തവൈബ്, പിന്നെ സാമ്പാർ കല്ല്. ഇങ്ങനെ പിന്നെ ട്രെൻഡിലുള്ള ഒരുപാട് പുതിയ ഭാഷകളുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ടല്ലോ. ഇപ്പോൾ തള്ള വൈബ്, തന്ത വൈബ്, ഇപ്പോൾ പുതിയൊരു വാക്ക് വെച്ചിട്ട് ചെയ്തിരുന്നു. പക്ഷേ കവിതയൊക്കെ ഗംഭീരമാണ്, ക്ലാസിക് സാധനങ്ങളാണ്. ഒരു മിക്കവാറും ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാടുകൾ സുസൂക്കി 125 ഭാരതപ്പുഴയും. ഇങ്ങനെ ഒരുപാട് ഏറ്റവും പുതിയ ഭാഷ ഉപയോഗിച്ചിരുന്ന എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കവിതകളുള്ള വ്യക്തിയാണ് വിമീഷ് മണിയൂര്. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ വായിച്ചാൽ മതി. പിന്നെ യേശുവും ആരോ ഇരട്ടകളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, യേശുവും കൃഷ്ണനും ഇരട്ടകളായിരുന്നു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദ പ്രസ്താവനകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. കഥയും എഴുതും, നോവലും എഴുതും, ബാലസാഹിത്യം എഴുതും. ഏറ്റവും മോശമായ ഒരു പേരിലാണ് അദ്ദേഹത്തിൻ്റെ നോവൽ അറിയപ്പെടുന്നത്. നമ്മൾ നടുവേൽ ഉയർത്തി കാണിക്കുമല്ലോ, അത് ആ ഒരു വാക്കിലാണ് അദ്ദേഹത്തിൻ്റെ നോവൽ ഉള്ളത്. ഓക്കെ, അതുപോലെ സുജീഷ്, മലയാളത്തിൽ മറ്റൊരു കവിയാണ് സുജീഷിൻ്റെത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് കവിതകളൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം മലയാളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മറ്റൊരു കവിയാണ് മിക്കവാറും സുജീഷ്. ഒരു അക്കാഡമീഷ്യൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഇതേപോലുള്ള സ്വഭാവങ്ങൾ കാണാം. അതുപോലെ തന്നെ വിവർത്തന കവിതകൾ ഒരുപാട് ചെയ്യുന്ന ആളാണ് സുജീഷ്. അപ്പോൾ സുജീഷിൻ്റെ ഭാഷയൊക്കെ വലിയ രസമാണ്. അതുപോലെ തന്നെ TP വിനോദ്, ഇവരുടെ കവിതകളിൽ നിങ്ങൾക്ക് ഈ സ്വഭാവങ്ങൾ, പുതിയ ഭാഷയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ.